പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഉയർന്ന മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ റോഷൻ മാത്യു ഒക്കെ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന പടമാണ്. ഇതിൻ്റെ ഒരു ടീസർ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു, കൊള്ളായിരുന്നു. എനിക്ക് ആ ടീസർ കണ്ടപ്പം ഞാൻ ഏകദേശം ഒരു കഥ മനസ്സിലാകുന്ന രീതി നിങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് നോക്കാം. അതിനകത്തൊരു കിച്ചാസുദീപ് ഒരു പുള്ളിയുടെ ഒരു ഫോട്ടോ കാണിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അത് ഇനിയും പുള്ളി മുഴുനീള റോളുണ്ടോ ജസ്റ്റ് പുള്ളിയുടെ ഫോട്ടോ മാത്രമോ കാണിക്കുന്നുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും പടത്തിൻ്റെ ട്രെയിലർ 2 മിനിറ്റും 24 സെക്കൻഡും ഉണ്ട്. നമുക്ക് കണ്ടു നോക്കാം. നല്ല രസമുണ്ടായിരുന്നു മേക്കിംഗ് ഒക്കെ. മറ്റൊരു പോലീസ് പരിപാടിയൊക്കെയാണ്, ഇൻവെസ്റ്റിഗേഷനും പരിപാടിയും. നമ്മുടെ പത്മകുമാറിൻ്റെ അറിയാലോ, ജോസഫ് പത്താം വളവ്, ആ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഞാൻ തോന്നുന്നു. ഏതായാലും നമുക്ക് എൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഓ സിനിമ പോലീസ് സ്റ്റേഷൻ കണ്ണൂരാ. കൊടുവള്ളി ഭാഗത്ത് ഒരു പൊട്ടക്കിണറ്റിൽ ഒരു ബോഡി കണ്ടതായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു. ബോഡിയോ? ഒരു സ്ത്രീയുടെ ബോഡിയാ സാറേ, കുറച്ചു ദിവസം പഴക്കമുണ്ട്. DSR സീൻ പോലെ തോന്നിയ ഭാഗം കണ്ടപ്പോ. ഓ, അഴുകിയൊരു ബോഡിയോളം. എന്താ എഴുതിയിരിക്കുന്നറിയാം? ഇതാരാണെന്ന് നോക്കി പറഞ്ഞു. ഈ പച്ച കുത്തിയിരിക്കുന്ന എന്താണെന്നറിയാം? ನಿಮ್ಗೆ ಇವರೇ ಗೊತ್ತಾ? റോഷൻ മാത്യു പോലീസ് ക്യാരക്ടർ പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു കാലിബർ ഉള്ള ഒരു ആക്ടറാണ്. ഈ ഇടയ്ക്ക് ദൃഢം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ഷെയ്ൻ നിഗാമിൻ്റെ പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്ലൈമാക്സ് ഞാൻ OTT വന്നിട്ട് ആ പടം കണ്ടേ, അതിന് മുമ്പ് കാണാൻ പറ്റിയില്ല. ആ പടത്തിൽ ചിലപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ നോക്കിയപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അതായത് ഷെയ്ൻ നിഗാമിന് വരും, ആസിഫ് അലി ആണെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ഉണ്ടായത്, കുറച്ചുകൂടെ ആൾക്കാർ ആ പടം നോട്ടീസ് ചെയ്തതെന്നൊക്കെ. പക്ഷേ എനിക്കൊന്നും അതിനകത്ത് ഇപ്പം റോഷൻ മാത്യു ആയിരുന്നെ പോലും അതിനകത്ത് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഷെയ്ൻ നിഗം മോശമൊന്നുമല്ല, പക്ഷേ ചില സ്ഥലത്തൊക്കെ പുള്ളി ഓക്കെ അല്ലാത്ത ഫീലിംഗ്, ചില സമയത്ത് ഓക്കെ എന്ന രീതി അങ്ങനെ എങ്ങനെയാണ് പലയിടത്തും തോന്നി. പക്ഷെ റോഷൻ മാത്യു ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സംഭവം കിട്ടിയത്. കാരണം ഈ പുള്ളി പക്കയാണ്. പുള്ളിക്ക് എന്നത്തെ പോലെ ഒരു ആ ക്യാരക്ടർ അതിനോട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സർവീസിൽ ഇപ്പൊ കയറിയത് ചോരത്തിളപ്പില് വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഫാമിലി 2 മക്കളുണ്ട്. അരേ ഗണേശൻ, സെൻസിറ്റീവ് ഏരിയ. ആ ബോഡി കിട്ടിയ കിണർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ बदलना है तो सिस्टम के अंदर से काम करना पड़ता है. ആരെയാണ് നീ അത് കൊണ്ടെത്തിച്ചത്? ഈ നിലയ്ക്ക് പോകണമെങ്കിൽ പ്രൊബേഷൻ തീരുന്നതിന് 90 രൂപയ്ക്കാണ്. आरामी ने पैसे कमाले असते द्यायचे. ഇതൊരു മർഡർ ആണെന്നാണ് സാർ പറഞ്ഞത്. ജോസം ഉണ്ടെങ്കിൽ who doesn't set you free? Important that we find these children. കാലം എത്രയായി? അവൾ എവിടെയെങ്കിലും കിച്ചാസുദീപ് ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു കിച്ചാസുദീപ് ആയിരുന്നോ അത്? പിക്കിൽ മാത്രം ഉള്ളെന്ന് തോന്നുന്നു. കൊന്നു. നിർമ്മാണം സന്തോഷ് ത്രിവിക്രമൻ, പത്മകുമാർ, ഉയർ. കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ. ഒരു മർഡർ കാര്യങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്നു, അതിനെ ചുറ്റിപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, പിന്നെ അതൊരു ഇന്റർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, സ്റ്റേറ്റ് ത്രൂ. അങ്ങനെ ഞാൻ ആദ്യം ടീസർ കണ്ടപ്പോൾ എനിക്ക് സാധനം ഒരു സ്ട്രൈക്ക് ചെയ്തിരുന്നു. ആ ഒരു സെയിം സാധനം തന്നെ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ പറയുന്നില്ല. ഓക്കെ, അതെന്തേലും ആട്ടോ, നമുക്ക് പടം കണ്ടിട്ട് തന്നെ അറിയാം. അപ്പം ആ ഒരു സംഭവം തന്നെ. പക്ഷേ എനിക്ക് അന്ന് ഞാൻ കിച്ചാസുദീപിനെ എനിക്ക് തോന്നുന്നു കിച്ചാസുദീപ് മറ്റേ നമ്മുടെ ഒരു പുള്ളിക്കാരനെ കാണിച്ചില്ല, പണ്ടത്തെ നമ്മുടെ ഓൾ ഓഫ് കോമഡി സ്റ്റാർസിൻ്റെ ഒക്കെ ആങ്കർ ആയിട്ടുള്ള പുള്ളി മറ്റേ ഇതില്ലേ നമ്മുടെ ഷെയ്ൻ നിഗാമിൻ്റെ പടമില്ലേ കിസ്മത്തിനകത്ത് നായികയില്ലേ, പുള്ളിക്കാരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു കിച്ചാസുദീപ്. അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങൾ നടക്കുന്നൊക്കെയാണ് സംഭവം. കൊള്ളാം. ടീച്ചർ ട്രെയിലർ കുഴപ്പമില്ല, ഒന്നും ഒത്തിരി പറയാനൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ പത്മകുമാറിൻ്റെ സ്റ്റൈൽ തന്നെയാണ്, സ്ഥിരം ഒരു മേക്കിംഗ് പരിപാടി തന്നെയാണ്.
ജോസഫും അതൊക്കെ നമ്മൾ കണ്ടില്ല, അതേപോലെ തന്നെ 10ാം കുളമൊക്കെ പോലെ തന്നെ കുഴപ്പമില്ല. പിന്നെ റോഷൻ മാത്യുയുടെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, പുള്ളി അത്യാവശ്യം കാലിബറുള്ള ഒരു ആക്ടറാണ്. സോ പുള്ളി നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യും. അത് പിന്നെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ എൻ്റെ കഥാഗതിനെയൊക്കെയാണ്. സോ അത് കൂടെ നന്നായിട്ട് വരുവാണെങ്കിൽ പടം വിജയിക്കട്ടെ. ഏതായാലും ട്രെയിലർ കുഴപ്പമില്ല, കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൗ ഫാക്ടറൊന്നുമില്ല. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനകത്തൊക്കെ പിന്നെ ട്രെയിലറിനകത്ത് ഒത്തിരി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ സംഭവം പോകും. കാരണം നമുക്ക് കാണുമ്പം ഭയങ്കരമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ ട്വിസ്റ്റോ കാര്യങ്ങളോ ഉള്ളൊരു പടമാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ലെന്നൊരു അഭിപ്രായമാണ്. അപ്പം നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.